മലയാളം ബിഗ് ബോസ് സീസൺ 7 മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് 20 മത്സരാർത്ഥികളാണ്. അല്ല, 19 മത്സരാർത്ഥികൾ. പക്ഷേ 20 പേരുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം. അത് അവിടുത്തെ ഒരു ടാഗ് ലൈൻ ആണ്. അത് മാത്രമല്ല, കോമണറായി വന്ന അനീഷ് കൊഞ്ചം ഓവറല്ലേ, അതുകൊണ്ടൊരു കാര്യം. പിന്നെ രേണു സുധി ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നു. എത്തിയത് മാത്രമല്ല, സുധിച്ചേട്ടാ ഞാൻ വന്നൂട്ട ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 20 മത്സരാർത്ഥികളാണ് വന്നതെന്ന്. പക്ഷെ 19 പേരാണ് അവിടെ മത്സരത്തിനുള്ളത്. 20 പേരെന്ന് പറയുമ്പോൾ അവിടെ 2 പേര് ഒരാളായിട്ട് മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ്. അതാണ് നമ്മുടെ ആദിലയും നൂറയുമാണ് ആ മത്സരാർത്ഥികൾ. അപ്പൊ ആരൊക്കെയാണ് വന്നിട്ടുള്ള മത്സരാർത്ഥികൾ എന്ന് നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് പോവാം ഏതൊക്കെയായിരുന്നു ആ മത്സരാർത്ഥികൾ എന്ന്. നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷാണ് ഫസ്റ്റ് കയറിയത്. ആളൊരു സ്ത്രീവിരുദ്ധനാണ് എന്നൊക്കെയായിരുന്നു ഡയലോഗ്. എന്തായാലും പക്ഷേ ആളത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും തുടർന്ന് അങ്ങോട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടിട്ട് പറയാം. ഫസ്റ്റ് ഇംപ്രഷൻ അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി ഞാൻ ലാസ്റ്റ് പറയാം. രണ്ടാമതായിട്ട് കയറിയത് അനുമോളാണ്. അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എനിക്ക്. സ്റ്റാർ മാജിക്കിലൂടെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്, ആക്ട്രസ് ആണ് അനുമോള്. പിന്നെ മൂന്നാമതായിട്ട് കയറിയിട്ടുള്ളത് ഒരു ചുള്ളം പയ്യനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലവ് സ്ട്രാറ്റജി കാണാനായിട്ട് സാധിക്കും. ആര്യൻ എന്നാണ് പേര്, മോഡലാണ്, ആക്ടറാണ് ആര്യൻ. അടുത്തത് നാലാമതായിട്ട് വന്നത് കലാഭവൻ സരിക, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അഞ്ചാമതായിട്ട് വന്നത് നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള അക്ബർ ഖാൻ ആണ് അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ആറാമതായിട്ട് വന്നിട്ടുള്ളത് റേഡിയോ ജോക്കി ആയിട്ടുള്ള ബിൻസി. റേഡിയോ ജോക്കിയാണ് ബിൻസി. ആർക്കും അത്രയധികം പരിചയം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. ഇനി എന്തായാലും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഒനിൽ സാബു. ഒരു ആള് കുറച്ച് അഡ്വക്കേറ്റ് ആണെന്നും ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്നും പിന്നെ മെയിൻ ആയിട്ട് ആളൊരു കുക്കാണ് ഒക്കെ ഉണ്ട്. പക്ഷെ അടുക്കളയിൽ മാത്രം ഒതുങ്ങാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അവിടെ മാത്രം ഒതുങ്ങുമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ എന്നിൽ പ്രതീക്ഷിക്കേ വേണ്ട, എല്ലായിടത്തും ഞാൻ എത്തും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബിന്നി സെബാസ്റ്റ്യൻ, സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. ഗീതാ ഗോവിന്ദം സീരിയലിലത്തെ നായികയായിരുന്നു ബിന്നിയാണ് പിന്നത്തെ മത്സരാർത്ഥി. പിന്നെ വന്നിട്ടുള്ളത് അഭിലാഷ്, അഭിശ്രീ എന്നറിയപ്പെടുന്ന അഭിലാഷ് ആണ്. ഒരു കാലിന് ചെറിയൊരു പ്രോബ്ലം ഉള്ള ഒരു ഡിസബിൾഡ് പേഴ്സൺ ആണ്. പക്ഷെ അതിൻ്റെതായ ഒരു പ്രോബ്ലവും ആളുടെ കാര്യത്തിൽ കാണാൻ കഴിഞ്ഞില്ല. ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു ആൾ അവിടെ കളിച്ചത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്രിക്കറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലിലൊരു പ്രശ്നമുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. അതുപോലെ നന്നായിട്ട് ആൾ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ട സമയത്ത് വിചാരിച്ചു ഇങ്ങനെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ എങ്ങനെ സർവൈവ് ചെയ്യും, ഗെയിമുകളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഡാൻസും കൂടാതെ അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കളിയും പെർഫോമൻസും ഒക്കെ കണ്ട സമയത്ത് ഉറപ്പിച്ചു ആളൊരു ഉഗ്ര മത്സരാർത്ഥിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ വന്നതാണ് രണ ഫാത്തിമ. എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി ആയിരിക്കണം രണ ഫാത്തിമ എന്ന് പറയുന്നത്. ഏവിയേഷനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഏവിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളെ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് മുൻഷി രഞ്ജിത്ത് ആണ്. അവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വ്യക്തി മുൻഷി രഞ്ജിത്ത് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മുൻഷി രഞ്ജിത്ത് ആണ്. പിന്നെ വന്നത് പിന്നെയാണ് നമ്മുടെ ഒരു ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ച് അവിടെ വന്നിട്ടുള്ള മത്സരാർത്ഥി, ഒരു ഗ്ലാമർ താരം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. മോഡലാണ്, പേര് ജിസൽ തക്രാന്ത് എന്നാണ് പേര്. പക്ഷേ ചുള്ളത്തേക്ക് മലയാളം അറിയാം. ആലപ്പുഴക്കാരിയാണ് അമ്മ. അച്ഛൻ പഞ്ചാബി ആണെന്നാണോ മറ്റു പറഞ്ഞത്. പക്ഷെ മലയാളം അറിയാം. അത്ര ഫ്ലുവന്റ് അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ മലയാളം ബിഗ് ബോസിലേക്ക് വിളിക്കത്തില്ലല്ലോ, അതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആങ്കർ ആയിട്ടുള്ള ശാരിക. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ഷാനവാസ്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്നാണ് പറഞ്ഞത് നെവിൻ ജോർജ്. അത്ര പരിചിതമല്ല, എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇനി അവിടെ അങ്ങോട്ട് പരിചിതമാകും എന്ന്. മൊത്തത്തിൽ ആ സ്റ്റൈലൊന്നും മാറ്റമുണ്ട്. ഹൈ ഹീല് ചപ്പലൊക്കെ ഇട്ടിട്ടാണ് അവിടെ മോഡലിംഗ് ഒക്കെ നടത്തുന്നൊരു വീഡിയോ ഒക്കെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ തുടർന്നും എല്ലാവർക്കും പരിചയമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നത്തെ നമ്മുടെ മത്സരാർത്ഥിയായിരുന്നു ആദില നൂറ, ലെസ്ബിയൻ കപ്പിൾ. അപ്പോൾ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിള് ബിഗ് ബോസിലേക്ക് മത്സരിക്കാനായിട്ട് എത്തുന്നത്. ആദില നൂറ. ഇവർ രണ്ടുപേരും രണ്ടാളാണെങ്കിലും ഒരൊറ്റ മത്സരാർത്ഥിയായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 19 മത്സരാർത്ഥികളാണ്, പക്ഷെ അവിടെ 20 പേര് ഉണ്ട് എന്നുള്ളത്.
പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ റിയാലിറ്റി ഷോയില് സമ്മാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയും മോളും ഇറങ്ങിപ്പോയില്ലേ, അതിലുണ്ടായിരുന്ന ശൈത്യ സന്തോഷാണ് പിന്നീട് ഉണ്ടായിരുന്ന മത്സരാർത്ഥി. ഇനി ഇവിടെ എന്തെങ്കിലും സമ്മാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമോ എന്നറിയില്ല, എന്തായിരിക്കും എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അഡ്വക്കേറ്റ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ വന്നത് നമ്മുടെ സ്വന്തം രേണു സുധി. അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ, രേണുസുധി വീട്ടിലാണോ ബിഗ് ബോസിലാണോ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് ഞാൻ കരുതുന്നു. രേണുസുധി ബിഗ് ബോസിലോട്ട് വന്നത് വളരെയധികം പ്രത്യേകതകളോട് കൂടിയാണ്. സാരിയൊക്കെ എടുത്ത് ഒടുക്കത്തെ മേക്കപ്പും ഒടുക്കത്തെ ഗ്ലാമർ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല, അവിടെ സുധിച്ചേട്ടന്റെ പെട്ടിയുമായി ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും കൊണ്ട് തീർന്നില്ല. നെക്സ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഉള്ളിൽ കയറിയ സമയത്ത് അവിടെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കാലെടുത്ത് എച്ച വഴിക്ക് സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന്. സുധിച്ചേട്ടനാണ് അപ്പൊ ബിഗ് ബോസ് വീട്ടിലുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റ് വന്നതാണ് നമ്മുടെ ഫിലിം ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത്. ഇത്രയും പേരാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഇപ്പോൾ കയറിയിട്ടുള്ള മത്സരാർത്ഥികൾ. ഇനി തുടർന്ന് മത്സരാർത്ഥികളൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പൊ നിലവിൽ ഇതാണ് മത്സരാർത്ഥികൾ അവിടെ കയറിയിട്ടുള്ളത്. പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല, ഒരു അടിപൊളി വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീട്. മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും അടിപൊളി വീട് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര സ്റ്റൈലൻ വീട് എന്ന് പറഞ്ഞാൽ സ്റ്റൈലൻ വീടായിരുന്നു. അതും നല്ല ലിവിങ് സ്പേസും കിച്ചണും. അതുപോലെ തന്നെ പുതിയൊരു സംഭവം അവിടെ ഉണ്ട്, പണിപ്പുര. ലാലേട്ടൻ പറഞ്ഞത് 8ന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയാണ് ഇതെന്നാണ്. അവർക്ക് മത്സരത്തിൽ വിജയിക്കുന്നവർക്കും അല്ല അവരുടെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഞാൻ പിടിച്ച് ഇവിടെ ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലമാണ് ഈ പണിപ്പുര എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവരെ കൊണ്ട് പണി അടിപ്പിച്ചിട്ടേ ഞാനത് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ടാസ്കും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാസ്കില് വിജയിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. സംഭവം എന്താന്ന് മനസ്സിലായോ? ഇവർക്ക് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഓരോ ടാസ്ക് ചെയ്യിപ്പിച്ചിരുന്നു. അതിന് മഷിമുദ്ര എന്നായിരുന്നു ടാസ്കിന്റെ പേര്. അവർക്ക് അവരുടെ ഫോട്ടോ കണ്ണ് ബ്ലൈൻഡ് ഫോൾഡ് കെട്ടിയിട്ട് അവർ നടന്നുപോയി അവരുടെ ഫോട്ടോ കണ്ടെത്തി, ഫോട്ടോ കഴുത്തിലിട്ട് പോയി റെഡ് കളറിൽ പോയിട്ട് കൈ മുക്കിയിട്ട് മുദ്ര പതിപ്പിക്കുക. അതായിരുന്നു അത്. എത്ര സമയത്തിനുള്ളിൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ ഗെയിം എന്ന് പറയുന്നത്. അതിൽ 3 പേരാണ് വിജയിച്ചുള്ളത്. ഫസ്റ്റ് സ്ഥാനത്ത് വന്നത് ആര്യനാണ്. പിന്നെ 2ാം സ്ഥാനം 3ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ബെന്നി സെബാസ്റ്റ്യനും ഷാനവാസിനെയാണ്. ഇവർക്ക് 3 പേർക്കും അവരുടെ പെട്ടികൾ ഡ്രസ്സുകൾ എല്ലാം തന്നെ കിട്ടി. ബാക്കിയുള്ള ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. പെട്ടികളും സാധനങ്ങളും ഒന്നും തന്നെ അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. ഇവർക്ക് കിട്ടിയ 3 പേർക്കും, അതായത് വിജയിച്ച 3 പേർക്കും ഓരോ ബാൻഡ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അത് കയ്യിൽമേൽ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അത് തട്ടി പറിച്ചെടുക്കാനുള്ള ഓപ്ഷനാണ് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പൊരിഞ്ഞടിയാണ് നടക്കാനായിട്ട് ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത്. പിന്നെ ബിഗ് ബോസ് വീട്ടിലെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അവർക്ക് ഒരൊറ്റ ബെഡ്റൂം ഉള്ളൂ ഇത്തവണ ബിഗ് ബോസിൽ. കഴിഞ്ഞ തവണ 3-4 ബെഡ്റൂം ഒക്കെ ആയിരുന്നല്ലോ, ഇത്തവണ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. പിന്നെ സ്റ്റോർ റൂം വഴിയൊക്കെ അവർക്ക് 8ന്റെ പണി വരുന്നുണ്ടെന്ന് ലാലേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവർക്ക് പ്രത്യേകം പണിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ അവർക്ക് മേക്കപ്പ് റൂം ഉണ്ടല്ലോ, അവിടെ എഴുതിയിരിക്കുന്ന ഡയലോഗാണ്, കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ. അടിപൊളിയാണല്ലേ ക്യാപ്ഷൻ? എന്തായാലും എനിക്കത് എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ബിഗ് ബോസിനെ കുറ്റം പറയുന്നവരെ കുറിച്ചൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. ബിഗ് ബോസിൽ വന്ന് മത്സരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ബിഗ് ബോസിനെ കുറ്റം പറയുന്ന കുറെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരെയും ലാലേട്ടൻ ഒന്ന് കൊട്ടുന്നുണ്ടായിരുന്നു ആ ഷോയില്. എന്തായാലും പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിനെ കുറിച്ചാണ്. അനീഷ് ഒരു 1.5 ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. എത്ര പേർക്ക് അങ്ങനെ തോന്നി എന്ന് എനിക്കറിയില്ല. അനീഷ് കുറച്ച് ഓവർ ആയിരുന്നു. അവിടെ വന്ന വഴിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യുക എന്നൊരു കാര്യം വെച്ചിട്ടാന്ന് തോന്നുന്നു അനീഷ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അത് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് നല്ലതല്ല പ്രേക്ഷകർക്ക് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ഓവറായിട്ട് എല്ലാവരുടെ അടുത്ത് പെരുമാറുന്നു. അപ്പോൾ ആ ഫസ്റ്റ് തന്നെ അനീഷാണ് വീട്ടിലേക്ക് കയറിയത്. രണ്ടാമതായിട്ട് വന്നത് നമ്മുടെ അനുമോളായിരുന്നു. അനുമോളെ കണ്ട വഴിക്ക് ആരാണ് എന്താണ് അനുമോളെ പറയാത്തവരാരുമില്ല. അനുമോളിനെ മനസ്സിലാവാഞ്ഞിട്ടും അല്ല ചോദിച്ചത്. അല്ല, ഞാൻ ടി വിയിലൊക്കെ കാണുമ്പോൾ ഭംഗി തോന്നിയിരുന്നു, നേരിട്ട് കാണുമ്പോൾ ഭംഗിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് ആരാണെന്ന് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ തന്നെ ഓവറാക്കി. അത് പോരാഞ്ഞിട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും വരുന്ന സമയത്ത്
ആരെയും സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുന്നില്ല. എല്ലാവരുടെ അടുത്തും ഒരു തരം എന്തോ ഒരു ഭയങ്കര ജാടിയിട്ട് സംസാരിക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്താനുള്ള ഉദ്ദേശം ഉണ്ടാവാവോ. ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ ചെല്ലുന്നതായിട്ട് നമുക്ക് അങ്ങനെ കണ്ടില്ല, മാറി നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിന് മൊത്തത്തിൽ ആളൊരു ഡിഫറെന്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കോമണർ ആയതുകൊണ്ട് ഇനിയിപ്പോ ചമ്മലോ പേടിയോ എന്തുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്തൊക്കെയോ ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഇത് കുറച്ചും ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചല്ല, ഒത്തിരി ഓവറായിട്ടാണ് തോന്നിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി കാണണം. എന്തായാലും കോമണർ ആവുമ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ അത് നല്ലൊരു ഇംപ്രഷനിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേർക്കും അത് ഓവറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവിടെ ഇത്തിരി ജാട കാണിക്കലും ഒരു സംസാര രീതിയിൽ ആ ഒരു ശൈലിയും അതൊന്നും ആർക്കും അത്ര പിടിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ നമ്മുടെ രേണുസുതിയുടെ കാര്യം. രേണുസുതി അവിടെ ഡാൻസ് അങ്ങനെ കാര്യമായിട്ട് കളിച്ചില്ല കേട്ടോ. ലാലേട്ടന്റെ മുന്നിലോട്ട് വന്നു. ലാലേട്ടൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റീല് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ള ഒരു താരാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത്. ലാലേട്ടൻ അവിടെ കൊല്ലം സുധിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ വഴിക്ക് രേണുസുതി ഒരു അഭിനയം അവിടെ കാഴ്ചവെച്ചായിരുന്നു. ഒന്ന് കരയാനുള്ള ഒരു എക്സ്പ്രഷൻ ഇട്ടായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് ലാലേട്ടൻ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ കരയാനുള്ള ചാൻസ് മിസ്സായി പോയി. പക്ഷേ നമുക്ക് അവരുടെ ഇൻട്രോ വീഡിയോ കാണിക്കല്ലോ. ഇൻട്രോ വീഡിയോയിലാണ് അവിടെ പറഞ്ഞത്, ഇതെന്റെ സുധിച്ചേട്ടൻ കൊണ്ടുപോകുന്ന പെട്ടിയാണ്, അതിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ്റെ പെട്ടിയുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങ് ഇടിച്ചു കയറി വരാനുള്ള ഒരു ശ്രമമാണ് അവിടെ രേണുസുതി നടത്തിയത്. അതുമാത്രമല്ല, ആ ഇൻട്രോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എൻ്റെ പ്രേക്ഷകരെ ഞാൻ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഞാൻ ജെന്യുവനായിട്ട് നിന്നിട്ട് എൻ്റെ നാട്ടുകാരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ എനിക്ക് ഡ്യൂട്ടി ചെയ്യും എന്നാണ് അവിടെ രേണുസുതി പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രഡിക്ഷൻ ലിസ്റ്റിൽ രേണുസുതിയുടെ പേര് പറഞ്ഞു എന്ന് വിചാരിച്ച് അത് മുഴുവൻ സപ്പോർട്ടേഴ്സ് ആണ് എന്നൊരു തോന്നല് അത് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവം അതാണ് ഒരു കാര്യം. അവിടം കൊണ്ടും അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഡോറ് തുറന്ന് കാലെടുത്ത് വെച്ച വഴിക്ക് അവിടുത്തെ ഒരു ഡയലോഗ്, സുധിച്ചേട്ടാ ഞാൻ എത്തിയിരിക്കുന്നു എന്നൊരു ഡയലോഗ്. അതാണ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് സുഖിക്കാതിരുന്നത്. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ മനസ്സിലുണ്ടെന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് അവിടെ ഇൻട്രോയിന്റെ സമയത്ത്. എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് മിസ് ചെയ്യില്ല, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ വന്ന് കയറി ഇറങ്ങിയ വഴിക്ക് കാലെടുത്ത് കുത്തിയ വഴിക്ക് സുധിച്ചേട്ടാ ഞാൻ വന്നിരിക്കുന്നു എന്നൊരു ഡയലോഗ് അവിടെ പറയേണ്ട ആവശ്യകത ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഒരു പാലിട്ടതാണ്. പക്ഷെ ആ പാലം അത്ര സുഖിച്ചില്ല എനിക്ക് തോന്നുന്നു. എനിക്ക് ആ പ്രേക്ഷകർക്ക് ആർക്കും അത്രയ്ക്ക് അങ്ങ് സുഖിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ഡയലോഗ് വന്ന് കയറിയ വഴിക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും സംഭവം ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ. ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഇൻട്രോയിൽ എല്ലാവരുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ പറയാം.